ഇവിടുത്തെ ജർമ്മൻ ഭാഷയും ഒക്കെ പഠിച്ച് ഇവിടുത്തെ സംസ്കാരത്തിനും ഇവിടുത്തെ ജീവിത രീതികൾക്കും അനുസരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഇവിടെ നിൽക്കാം. മറിച്ച് ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് എന്തെങ്കിലും രീതിയിലുള്ള ഭരണകൂടങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരോ ക്രിമിനൽ റെക്കോർഡുകളുള്ളവരോ ആണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു 1000 യൂറോ നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചുള്ള വണ്ടിക്കൂലിയും നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ചാർജും എല്ലാം അവർ ഏൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല, റെഫ്യൂജി സ്റ്റാറ്റസ്, സിറിയക്കാർക്കുള്ള റെഫ്യൂജി സ്റ്റാറ്റസ് ജർമ്മനിയും ഓസ്ട്രിയയും എടുത്തു കളഞ്ഞിരിക്കുകയുമാണ്. അപ്പം ഇതൊക്കെ നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ, നമ്മളെപ്പോലുള്ള ഇപ്പോൾ മൈഗ്രേഷൻ വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മലയാളികളെ പോലുള്ള കുടിയേറ്റ ജനതയൊക്കെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ രാജ്യങ്ങളിൽ ചെന്ന് നമ്മൾ ഏത് രീതിയിൽ പെരുമാറുന്നതോ എന്നൊക്കെ ആ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥേനെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു നീക്കം.